നമസ്കാരം മക്കളെ, നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോടിൻ്റെ നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനമാണ്. പ്രവർത്തനം ആരംഭിക്കാൻ പോകണം. എന്നാണ്? ഓഗസ്റ്റ് 4 തീയതി. അപ്പോൾ നിങ്ങളെല്ലാവരും എത്തണം, വീട്ടിലൊക്കെ പോയി പറയണം. ഏറ്റവും വലിയൊരു ഹോൾസെയിൽ ജ്വല്ലറി ഷോപ്പായിട്ട് മാറിയിരിക്കുകയാണ് ആലങ്കോടിൻ്റെ സ്വന്തം അറേബ്യൻ ഫാഷൻ ജ്വല്ലറി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. പേര്? അജ്മൽ, അവിനാഷ്, സൂര്യൻ, ഗിരീഷ്, അജ്മൽ, ആദിത്യൻ. 2 അജ്മലുണ്ട്. ഗിരീഷ് എവിടെ പോയി? ഗിരീഷ്. ഓക്കെ. അപ്പോൾ ഗിരീഷിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. ഞാൻ പറയുന്ന വാക്ക് സ്പീഡിൽ പറയണം 3 പ്രാവശ്യം. റെഡിയാണ്? ഗിരീഷാണ് നമ്മുടെ ആദ്യത്തെ എര. ഗിരീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഗിരീഷിന് സമ്മാനമുണ്ട്. കോട്ടയത്തെ 8 വീട്ടിലെ വട്ടനും പൊട്ടനുമായ കുട്ടൻ ചേട്ടൻ. 3 പ്രാവശ്യം സ്പീഡിൽ പറയണം. കോട്ടയത്തെ 8 വീട്ടിലെ വട്ടനും പൊട്ടനുമായ കുട്ടൻ ചേട്ടൻ. കോട്ടയത്തെ 8 വീട്ടിലെ വട്ടനും പൊട്ടനുമായ കുട്ടേട്ടൻ അല്ലേ? കോട്ടയത്തെ 8 വീട്ടിലെ വട്ടനും പൊട്ടനുമായ കുട്ടൻ ചേട്ടൻ. കോട്ടയത്തെ 8 വീട്ടിലെ പൊട്ടനും. കോട്ടയത്തെ 8 വീട്ടിലെ വട്ടനും പൊട്ടനുമായ കുട്ടൻ ചേട്ടൻ. കോട്ടയത്തെ വീട്ടിലെ ഓക്കെ. കോട്ടയത്തെ 8 വീട്ടിലെ വട്ടനും പൊട്ടനുമായ കുട്ടൻ ചേട്ടൻ. കോട്ടയത്തിലെ 8 വീട്ടിലെ വട്ടനും പൊട്ടനുമായ കുട്ടൻ ചേട്ടൻ. കോട്ടയത്തിലെ 8 വീട്ടിലെ വട്ടനും പൊട്ടനുമായ കുട്ടൻ ചേട്ടൻ. ഓക്കെ, നല്ലൊരു കൈയടി. പേര് 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 സൂര്യൻ. അപ്പോൾ നമ്മുടെ സൂര്യ വിജയിച്ചിരിക്കുകയാണ്. നല്ലൊരു കൈയടി സൂര്യക്ക്. അടുത്ത നമ്മുടെ അജ്മലിൻ്റെ അടുത്തുള്ള എൻ്റെ ചോദ്യം ഞാൻ സ്ഥിരം ചോദിക്കാറുള്ളതാണ് ചില കുട്ടികളുടെ അടുത്തൊക്കെ. I want 5 fresh fish fry. 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 മൈക്കിൽ മൊത്തം I want 5 fresh fish fry. I want 5 fresh fries അല്ലേ? ഫ്രൈഡ് റൈസാ? I want 5 fresh fish fry. I want 5 fresh fries ഇംഗ്ലീഷ്. ഓക്കെ, പറ. I want 5 fresh fish fry. I want 5 fresh fish fry. I want 5 fresh fish fry. വാ, പൊളി, ആടി പൊളി. ഞാൻ രാവിലെ ക്ലാസ് കൊടുത്തിരുന്നു. അജ്മലല്ലേ? 2 അജ്മലുണ്ട്. മറ്റേ അജ്മൽ പരാജയപ്പെട്ടപ്പോൾ ഈ അജ്മൽ ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. അടുക്കളയിൽ കണ്ടുവരുന്ന 3 രോഗങ്ങൾ ഏതൊക്കെയാണ്? അടുക്കളയിൽ കണ്ടുവരുന്ന 3 രോഗങ്ങൾ കുസൃതി ചോദ്യമാണ്. അടുക്കളയിൽ കണ്ടുവരുന്ന 3 രോഗങ്ങൾ. എലിപ്പനിയാ? അടുക്കളയിൽ കണ്ടുവരുന്ന 3 രോഗങ്ങൾ. ആരാ? ഗ്യാസ്, പ്രഷർ, നല്ല കൈയടി. പേര് സുബിൻ. പൊളിച്ച് കിടിലായിട്ട് പറഞ്ഞു. ഗൂഗിള് പോലും നോക്കാതെയാണ് അവൻ പറഞ്ഞത്, സുബിൻ. അപ്പോൾ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോടിൻ്റെ സ്നേഹ സമ്മാനങ്ങൾ നമ്മുടെ ഉത്തരം പറഞ്ഞ എല്ലാ കുട്ടികൾക്കും ഉണ്ട്. ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ശാർക്കര ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. 2 അതിഥികൾ നമ്മളോടൊപ്പം ഉണ്ട്. പേരെന്താണ്? സഹദേവൻ. സുനിൽ. അപ്പോൾ ഞാനിവിടെ എത്തിയിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇല്ലല്ലോ. അതായത് അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോടിൻ്റെ നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന ഓഗസ്റ്റ് 4 തീയതിയാണ്. അത് മനസ്സിലായോ? അത് നമ്മൾ കണ്ട്. അതെ, നാട്ടിൽ മുഴുവൻ പാട്ടായി കഴിഞ്ഞു ഇതിനോടകം തന്നെ. അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോടിൻ്റെ നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള റോഡ് ഷോ, അതാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു സംഭവം പറയും, അത് 3 പ്രാവശ്യം പറഞ്ഞാൽ സമ്മാനമുണ്ട്. റെഡിയാണോ സാറേ? സാർ എന്ത് ചെയ്യുന്നു? ഇല്ല, ഇപ്പോൾ ഒന്നുമില്ല, വെറുതെ ഇരിക്കുന്നു. ഓക്കെ, ഞാൻ പറയുന്ന മുണ്ടാണ് കൊടുത്തിരിക്കുന്നത്. മുണ്ടിൽ ചെളി പുരളരുതെന്ന് 3 പ്രാവശ്യം പറയും. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ തുളി പറ്റരുത്, അങ്ങനെ പറഞ്ഞാൽ. ചെളി പറ്റരുതെന്നല്ല, ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ തുള്ളി തുളി. മുണ്ടിൽ ചളി പുളരരുത് എന്ന് പറയരുത്. അങ്ങനെ പറയാൻ പാടില്ല. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. നേരത്തെ ഭയങ്കര ചിരിയായിരുന്നല്ലോ ഇദ്ദേഹം പറഞ്ഞപ്പോ. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുലരരുത്. ഇത്രയും നല്ല അടിപൊളി മീശയൊക്കെ വെച്ചിട്ട് തെറ്റിച്ച് കഴിഞ്ഞാൽ മോശമല്ല ഏട്ടാ. ഒന്നുകൂടെ. മുണ്ടിൽ ചെളി പുലരരുത്. പുലരരുതല്ല, മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. അവസാനം കൊണ്ടുപോയി. വളരെ വേറെ സിമ്പിളായിട്ട് ചോദിക്കാം.
വടിയെടുത്ത് പുളിയിലടിച്ചു, പുളിയെടുത്ത് വടിയിലടിച്ചു. വടിയെടുത്ത് പുളിയിലടിച്ചു, പുളിയെടുത്ത് വടിയിലടിച്ചു. ചാനൽ ആൾക്കാർ കണ്ടോണ്ടിരിക്കുക. വടിയെടുത്ത് പുളിയിലടിച്ചു, പുളിയെടുത്ത് വടിയിലടിച്ചു. എൻ്റെ പൊന്ന് ചേട്ടാ, ശാർക്കര ക്ഷേത്രത്തിന്റെ മുമ്പിൽ വെച്ച്. ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു. വടിയെടുത്ത് പുളിയടിച്ചു, പുളിയെടുത്ത് വടിയിലടിച്ചു. വടിയെടുത്ത് പുളിയടിച്ചു, പുളിയെടുത്ത് വടിയിലടിച്ചു. ചേട്ടാ അത് വിട്ട് മാറുന്നില്ലല്ലോ. വടിയല്ല, വടിയെന്നാണ്, മറ്റേ സംഭവമല്ല. വടിയെടുത്ത് പുളിയടിച്ചു, പുളിയെടുത്ത് വടിയിലടിച്ചു. വടിയെടുത്ത് പുളിയടിച്ചു, പുളിയെടുത്ത് വടിയടിച്ചു. വടിയെടുത്ത് പുളിയടിച്ചു, പുളിയെടുത്ത് വടിയടിച്ചു. മൊത്തം കൈവിട്ടു പോയി നമ്മുടെ അണ്ണൻ. എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് പങ്കെടുത്ത, വളരെ സ്നേഹത്തോടെ തന്നെ പങ്കെടുത്ത അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ സ്വന്തം അതിഥികളാണ് ഇവർ. അവർക്ക് ചെറിയ സമ്മാനങ്ങൾ. വടിയെടുത്ത് ചെമ്പക്കര തങ്കപ്പൻ എന്ന് പറഞ്ഞ 3 പ്രാവശ്യം. ചെമ്പക്കര തങ്കപ്പൻ, ചെമ്പക്കര തമ്മക്ക. ഉള്ളി ഒന്നും പറയുന്നില്ലല്ലോ. ഇത്രയും കട്ട മീശയൊക്കെ വെച്ച് കീരിക്കാടൻ ജോസിനെ പോലെ വന്നിരുന്നിട്ട് ഒരാളും കൂടെ ഉണ്ട് സമ്മാനം. ചേട്ടാ ഇനി മുതൽ ഈ 3 സംഭവം പറഞ്ഞ് പഠിച്ചിട്ട് വേണം വരാൻ. ഇനി കാണുമ്പോൾ ഇനി വരും, ഉടനെ വരും. ഓക്കെ, താങ്ക് യു. ഹാപ്പി അല്ലേ? അപ്പോൾ ചേട്ടന്മാരെ, അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ ഇനാഗ്രേഷൻ ആണ് ഓഗസ്റ്റ് 4-ാം തീയതി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ എടുത്ത് ചോദിക്കാം. ചെറിയ കുസൃതി ചോദ്യങ്ങളാട്ടോ. അതിന് കൃത്യമായിട്ട് ഉത്തരം പറയുന്നവർക്ക് നമ്മൾ സൂപ്പർ ആയിട്ടുള്ള സമ്മാനങ്ങളുണ്ട് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ വകയായിട്ട്. അപ്പോൾ ആരും തന്നെ നിങ്ങളുടെ പേരൊക്കെ എന്തുവാ? ബിജു. ജയൻ. എൻ്റെ ആദം. ഓക്കെ. അപ്പോൾ നിങ്ങൾ 3 പേരും ഇവിടെ ബിസിനസ് ഒക്കെ ആയിട്ട്, ചെറുകിട വ്യാപാരം ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണല്ലേ? അപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ചോദിച്ചു അറിയാവുന്നതാണെങ്കിൽ പറയാലോ. ഓക്കെ. നിങ്ങൾ സിനിമയൊക്കെ കാണാറുണ്ടോ? മിക്കവാറും അത്യാവശ്യം കാണാറുണ്ട്. അപ്പോൾ കുസൃതിയാണ്, പക്ഷേ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് അത്ര ബന്ധമൊന്നുമില്ല. എന്നാലും ഞാൻ ക്വസ്റ്റ്യൻ പറയാം. സിനിമയിലില്ലാത്ത ആക്ഷൻ അറിയില്ല? റിയാക്ഷൻ അതുണ്ടല്ലോ. ഓൾറെഡി സിനിമയിൽ എല്ലാത്തിനും റിയാക്ഷൻ ഉണ്ടല്ലോ. റിയാക്ഷൻ അല്ല. ഓക്കെ, ഞാനൊരു ക്ലൂ തരാം. ഓക്കെ, ഈ സംഭവം നമ്മൾ പനിയൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ള ഒരു സാധനമാണ്. അതെ, വിക്സ് ആക്ഷൻ. അതാണ് ആൻസർ. ചേട്ടൻ്റെ പേര് തരുന്ന ആദം. ഓക്കെ. അപ്പോൾ ആദം ചേട്ടന് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ വകയായിട്ട് ഒരു നല്ലൊരു ചെറിയൊരു സമ്മാനം ഉണ്ട്. ഓഗസ്റ്റ് 4-ാം തീയതി അവിടെ എത്തുമ്പോഴത്തേക്കും ആലങ്കോട് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ ഇനാഗുറേഷന്റെ ഭാഗമായിട്ട് അങ്ങോട്ടേക്ക് എത്തുന്തോറും വലിയ ഗിഫ്റ്റുകൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഒരുപാട് സർപ്രൈസുകളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ചേട്ടാ സമ്മാനം വീട് കൊണ്ട് ചെന്ന്. വൈഫൊക്കെ ഉണ്ടോ? ഉണ്ട്. അപ്പൊ വൈഫിനൊക്കെ കൊടുത്തിട്ട് നേരെ സ്വർണം പർച്ചേസ് ചെയ്യാനായിട്ട് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിലോട്ട് വരാൻ പറയണം. കൊണ്ടുവരും. പേരെന്താണ്? ഷാജി ചേട്ടനാണ് നമ്മളുടെ മറ്റൊരു ഗസ്റ്റ്. ചേട്ടൻ നിങ്ങളെല്ലാവരും നമ്മളെ ഗസ്റ്റാണ് കേട്ടോ. അപ്പോൾ എത്തുമല്ലോ ഓഗസ്റ്റ് 4-ാം തീയതി. തീർച്ചയായിട്ടും. അപ്പോൾ ചേട്ടൻ മുണ്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? മുണ്ടാണ് ഇഷ്ടം? കൂടുതൽ മുണ്ടാണ് ഇഷ്ടം. മുണ്ടിൽ ചെളി പുരളരുത് 3 പ്രാവശ്യം പറ. സമ്മാനമുണ്ട്. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. അടിപൊളി, സൂപ്പറായിട്ട് പറഞ്ഞു. പല ആൾക്കാരും ചിലപ്പോൾ തെറ്റിക്കാറുണ്ട്, പക്ഷേ ചേട്ടൻ ഗംഭീരമായിട്ട് പറഞ്ഞു. അപ്പോൾ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോടിൻ്റെ വക സ്നേഹ സമ്മാനം. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടെ വളരെയധികം ചൂടേറിയ ഒരു സ്ഥലത്താണ്. ഇവിടെ ബൈ ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ ആ ഒരു ബൂത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ നമ്മളുള്ളത്, സ്കൂളിൻ്റെ ഫ്രണ്ടിൽ. ഇവിടെ കുറച്ച് വോട്ടർമാരും പ്രവർത്തകരൊക്കെ ഉണ്ട്. അവരുടെ അടുത്ത് നമുക്ക് ചോദിക്കാം. പേരെന്താണ് സാർ? രമേശൻ. തൻ്റെ പേരൊന്നും? സുരേഷ് ബാബു. ശുഭകുമാർ. ആ ഒരു വ്യത്യസ്തമായ പേരാണ്. വളരെയധികം ശുഭപ്രതീക്ഷ ഉണ്ടോ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇലക്ഷനൊക്കെ? എങ്ങനെയുണ്ട് സാർ? കുഴപ്പമില്ല. അപ്പം നമ്മൾ മെയിനായിട്ട് വന്നത് ഇവിടെ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ ഇനാഗ്രേഷൻ നടക്കണം ആലങ്കോട്. ഈ വരുന്ന ഓഗസ്റ്റ് 4-ാം തീയതിയാണ്. അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ ഈ ചൂടൊക്കെ കുറച്ചൊന്ന് തണുപ്പിക്കാനായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. രാഷ്ട്രീയക്കാർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത പണം ഏതാണ്? ആരോപണം എടുക്കൻ. ശുഭപ്രതീക്ഷയുമായ നമ്മുടെ ശുഭകുമാർ അല്ലേ? വളരെ വ്യത്യസ്തമായ ഒരു പേരാണ് കേട്ടോ സാർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് ചോദിച്ചപ്പോൾ തന്നെ സ്ട്രൈക്ക് ചെയ്തു. അദ്ദേഹത്തിന് സമ്മാനം അറേബ്യൻ ഫാഷൻ ജ്വല്ലറി
ആലങ്കോടിൻ്റെ സ്നേഹ സമ്മാനം. ഓക്കെ, അതിന് സാറിൻ്റെ അടുത്ത് ഞാനൊരു വാക്ക് പറയാം, സ്പീഡിൽ പറയാം 3 പ്രാവശ്യം. ഞാനൊരു വാക്ക് പറയാം, സ്പീഡിൽ 3 പ്രാവശ്യം പറയോ? ചെമ്പക്കര തങ്കപ്പൻ. ചെമ്പക്കര തങ്കപ്പൻ. ചെമ്പക്കര തങ്കപ്പൻ 3 പ്രാവശ്യം. ചെമ്പക്കര തങ്കപ്പൻ. ചെമ്പക്കര തങ്കപ്പൻ. അല്ല, ചെമ്പക്കര തങ്കപ്പൻ. ചെമ്പക്കര തങ്കപ്പൻ. ചെമ്പക്കര വളരെ പതുക്കെ ആലോചിച്ച് പറഞ്ഞാൽ ചെമ്പക്കര തങ്കപ്പൻ. ചെമ്പക്കര തങ്കപ്പൻ. അതാണ് പറയേണ്ടത്. ഇനി 3 പ്രാവശ്യം സ്പീഡിൽ. ചെമ്പക്കര തങ്കപ്പൻ. ചെമ്പക്കര തങ്കപ്പൻ. ചെമ്പക്കര തങ്കപ്പൻ. ചെമ്പക്കര തങ്കപ്പൻ. ഇത് അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയല്ല, സ്പീഡിൽ. ഇവിടെ ഇവിടെ ചെമ്പക്കര തങ്കപ്പൻ. ഇനി പറയണോ? ചെമ്പക്കര തങ്കപ്പൻ. ചെമ്പക്കര തങ്കപ്പൻ. അതല്ല ഞാൻ ചോദിക്കേണ്ടത്, വേറൊരു സംഭവമാണ്. അങ്ങനെ ഓക്കെ, വടിയെടുത്ത് പുളിയിലടിച്ചു, പുളിയെടുത്ത് വടിയിലടിച്ചു. വടിയെടുത്ത് പുളിയിലടിച്ചു, പുളിയെടുത്ത് വടിയിലടിച്ചു. 3 പ്രാവശ്യം. വടിയെടുത്ത് പുളിയിലടിച്ചു, പുളിയെടുത്ത് വടിയിലടിച്ചു. വടിയെടുത്ത് പുളിയിലടിച്ചു, പുളിയെടുത്ത് വടിയിലടിച്ചു. വടിയെടുത്ത് പുളിയിലടിച്ചു, പുളിയെടുത്ത് വടിയിലടിച്ചു. 3 ആയല്ലേ? മെടുക്കാം. പക്ഷെ ഒരു പ്രാവശ്യം പോയി. ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. വടിയെടുത്ത് പുളിയിലടിച്ചു, പുളിയെടുത്ത് വടിയിലടിച്ചു. വടിയെടുത്ത് പുളിയിലടിച്ചു, പുളിയെടുത്ത് വടിയിലടിച്ചു. വടിയെടുത്ത് പുളിയടിച്ചു, പുളിയെടുത്ത് വടിയിലടിച്ചു. വടിയെടുത്ത് പുളിയടിച്ചു, പുളിയെടുത്ത് വടിയിലടിച്ചു. മെടുക്കാൻ അടിപൊളി. അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ ഉദ്ഘാടന റീ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ടുള്ള സ്നേഹ സമ്മാനം എല്ലാവർക്കും ഭാര്യക്കോരി കൊടുക്കുകയാണ് സമ്മാനം. ഹാപ്പി അല്ലേ? ഓക്കെ, ഹാപ്പി അല്ലേ? അപ്പം എല്ലാവരും എത്തുക, കുടുംബസമേതം എത്തുക, നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാം. ഓക്കെ, താങ്ക് യു. അറേബ്യൻ സിഗ്നേച്ചർ ബുട്ടീക്ക് ഈ ഓഗസ്റ്റ് 4 ആലങ്കോട് പ്രവർത്തനം ആരംഭിക്കുന്നു.